എന്റെ വാക്കുകൾ ഇപ്പം നിന്നെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം വൈദേഹി. പക്ഷേ ഇന്ദുഅമ്മ സൂചിപ്പിച്ചതുപോലെ ഈ ഭക്ഷണത്തിന് മുമ്പിലിരുന്നുകൊണ്ട് നിന്നെ ജീവിതസഖിയാക്കാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെ പറയും? നല്ലോണം ആലോചിച്ച് ആ ഭക്ഷണത്തെ തൊട്ട് സത്യം ചെയ്തിട്ട് പറ. എനിക്കിഷ്ടമാണമ്മേ. എടാ ദേവാ, അമ്മേ, അമ്മ അവിടെ ഇരുന്നേ. ഇരിക്കാനല്ലേ പറഞ്ഞു. ഇരിക്കമ്മേ. ഇനി അമ്മ ഒന്നും പറയരുത്. ദേവന്റെ ഇഷ്ടമല്ലേ വലുത്. നമുക്ക് ഈ കല്യാണം നടത്തണം. എനിക്കിതിന് താല്പര്യമില്ല അമ്മേ, ഒട്ടും താല്പര്യമില്ല. ദേവേട്ടന്റെ ഭാര്യയാവാനുള്ള യോഗ്യതയെന്നും വൈദേഹിക്ക് മാത്രമുള്ളതാണമ്മേ. ഈ ജന്മം വൈദേഹിക്ക് മാത്രമേ ദേവേട്ടന്റെ ജീവിതത്തിലെ സ്ഥാനം ഉണ്ടാവൂ. ജാനകി, ജാനകി. അമ്മേ, ജാനകിയോട് ഞാൻ സംസാരിച്ചോളാം. എനിക്കിനി ധൈര്യമായിട്ട് ജാനകിയെ നോക്കാം. ജാനകി, ജാനകി എന്താ നീ കാണിക്കുന്നേ? ജാനകി വേണ്ട, ജാനകി പറയുന്നത് ജാനകി. വൈദേഹി, സ്റ്റോപ്പ് ഇറ്റ്. എന്താ വിളിച്ചത്? വൈദേഹിന്നോ? എന്തോന്ന് വൈദേഹി? പറ. എന്നെ കണ്ടിട്ട് നിങ്ങക്ക് വൈദേഹി എന്ന് തോന്നുന്നുണ്ടോ? വൈദേഹിയാണോ കാണുന്നത്? ജാനകി നിക്കേ. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് മനസ്സിൽ കരുതിയിരിക്കുന്നത്? അങ്ങനെ എന്നെ കല്യാണം കഴിക്കാന്നാ? അപ്പൊ വൈദേഹിയുടെ അവസ്ഥ എന്തായി തീരും? നിങ്ങള് വൈദേഹി മറന്നു കളഞ്ഞല്ലേ? വേണ്ടെന്ന് വെച്ചല്ലേ? എന്റെ ജാനകി ഒന്ന് പറയുന്നത് കേക്ക്. എന്ത് പറയാനാ? എന്ത് പറയാനാന്ന്? ഭക്ഷണത്തെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞില്ലേ ജാനകിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന്? അപ്പൊ പിന്നെ വൈദേഹി എന്തായി തീരണമെന്നാ? പറ ദേവേട്ടാ, വൈദേഹി പിന്നെ എന്ത് ചെയ്യുമെന്നാ? ഇപ്പോഴാണ് എന്റെ വൈദേഹി പുറത്തു വരാൻ തുടങ്ങിയത്. എന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ടല്ലേ? നാളല്ലേ ഇങ്ങനെ നോക്കി ചിരിക്കാൻ? വൈദേഹി എന്ന് വെച്ചാ അത്രയ്ക്കും ഇഷ്ടം, ഇത്രയ്ക്കും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ ദേവേട്ട മറന്നു കളഞ്ഞ? വൈദേഹി ഇല്ലെങ്കിൽ മരിച്ചു കളയെന്നും പറഞ്ഞ് പോയിസൺ ബോട്ടില് പോക്കറ്റിലിട്ട് നടന്നയാളൊന്നും പോലും ഓർമ്മയില്ലല്ലേ? ആ സ്നേഹമൊക്കെ എവിടെ പോയി ദേവേട്ട? അതെല്ലാം വെറുതെ ആയിരുന്നല്ലേ? ഇങ്ങനെ ചിരിക്കരുത്, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഈ കാര്യം വൈദേഹി അറിഞ്ഞ എങ്ങനെയിരിക്കും? അവക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും? അങ്ങനെ വേദനിക്കുന്നുണ്ടാവോ? അവള് സന്തോഷിക്കുന്നല്ലേ ഞാൻ കരുതിയേ.
സന്തോഷിക്കുന്ന ദേവേട്ടാ? ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഏത് ഭാര്യയ്ക്ക് സന്തോഷം ഉണ്ടാവാ? ദേവേട്ടന് വൈദേഹിയുടെ മനസ്സ് മനസ്സിലാവുമെന്ന് ഞാൻ കരുതിയ, ഒന്നും അറിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഓ, അപ്പൊ നിനക്ക് വൈദേഹിയുടെ മനസ്സറിയാൻ പറ്റുമോ? എനിക്കറിയാം. എന്നാ ശരി, നീ ഒന്ന് പറയ്, എനിക്കും അത് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കട്ടെ. അത്രയും നാൾ ഒന്നിച്ച് ജീവിച്ചിട്ട് മനസ്സിലാക്കാത്ത മനുഷ്യൻ ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചിട്ട് എന്ത് മനസ്സിലാക്കുമെന്നാ? ആർക്കറിയാം, ചിലപ്പോ നീ പറഞ്ഞാലേ മനസ്സിലാവുള്ളെങ്കിലോ. ഇപ്പൊ ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ വൈദേഹിയാണ് ഈ സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കുറച്ചു നേരത്തേക്ക് നീയാണ് വൈദേഹി എന്ന് കരുതിക്കുക. അപ്പൊ എന്ത് ചെയ്യുമെന്ന് കാണിച്ച. ഞാൻ ജാനകിയല്ല, വൈദേഹി. ഭർത്താവിന് ഭാര്യ തല്ലാൻ പാടില്ല എന്നുള്ള ലോജിക്കൊന്നും ഇവിടെ ചെലവാവില്ല. വേണ്ടത്ത കാര്യങ്ങൾ ചിന്തിച്ച തല്ലി കൊല്ലും ഞാൻ. അമ്മയോ? വിളിക്ക്, നല്ലോണം വിളിക്ക്. അമ്മ എന്ത് പറഞ്ഞാലും അത് തന്നെ ചെയ്യണോ അല്ലേ? ആണോ? അങ്ങനെയാണോ? ഭാര്യയെ വേണ്ടെന്നാ? കൊള്ളലോ, ആ ജാനകിയെ കല്യാണം കഴിച്ചോണ്ട് എന്നെ ഉപേക്ഷിക്കാന്ന് കരുതിയല്ലേ? എത്ര കാലായി വൈദേഹി നീ എന്നോട് ഇതുപോലെ തല്ലുകൂടിയും വഴക്കിടുകയും ചെയ്തിട്ട്. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആ ജാനകിയെ കല്യാണം കഴിച്ചിട്ട് എന്നെ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ദേവേട്ടൻ പറ. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്തിനാ എന്റെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ദേവേട്ട? ഇതിൽ ഞാനെന്ത് തെറ്റാ ചെയ്തേ വൈദേഹി? നീ എന്തിനാ എന്നിൽ നിന്ന് അകന്നു പോയത്? നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഓർത്ത് ഞാൻ കരയുന്നതെല്ലാം നീ കാണുന്നുണ്ടെന്നും എനിക്കറിയാം. എന്നിട്ടും എന്താ നിന്റെ മനസ്സിലാത്തത്? ഒന്ന് വന്ന് എന്റെ കണ്ണുനീര് തുടച്ചു തന്ന് ഒന്ന് സമാധാനിപ്പിക്കണമെന്ന് തോന്നാറില്ല നിനക്ക്? നീ എന്തുകൊണ്ടാ എന്റെ അടുത്തേക്ക് വരാഞ്ഞത്? വരാതിരുന്നത് എന്തെങ്കിലും ഒരു കാരണമുള്ളത് കൊണ്ടാണെന്ന് കരുതിക്കൂടെ? എന്താണ് ആ കാരണം? എന്നോട് പറയാൻ പറ്റാത്തത്ര വലിയ കാരണമാണോ അത്? അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ജീവന് പകരം എന്റെ ജീവൻ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. എന്താ നിനക്ക് ആ വിശ്വാസം ഇല്ലായിരുന്നോ? പിന്നല്ല, അതെന്താണ് വൈദേഹി? നിന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആ ഓർമ്മകളിൽ വേദനിച്ച് ഞാൻ ശരിക്കും ഒരു ഭ്രാന്തനെ പോലെ ആവുമായിരുന്നില്ലേ? അതിനിടയ്ക്ക് ഒരു വട്ടം നീ ഒരിക്കലും ഇനി വരില്ലെങ്കിൽ എന്റെ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചതാ ഞാൻ.
മല്ലികപ്പൂവു നീ കണ്ടു കണ്ടു വന്ന വണ്ടു ഞാൻ ചുണ്ടിനുള്ളിലുള്ള തേൻകണം തരുമോ കൺമണി കൊഞ്ചലൂറിടുന്ന പാട്ടു നീ തഞ്ചമോടെ നിന്റെ കൂട്ടു ഞാൻ നെഞ്ചിനുള്ളിലുള്ള താളമായി വരുമോ പൊന്മണി ഓ പട്ടുടുത്ത പൊൻചില്ല നീ തൊട്ടു തൊട്ടു വന്ന തെന്നൽ ഞാൻ തൊട്ടടുത്തിരുന്നു നിൻമുഖം കാണുവാൻ മോഹമാ ആ പുഞ്ചിരിയിൽ വീണു പോയി ഞാൻ I love you പുതു പ്രണയം തൂകി ഞാൻ I love you ആ പുഞ്ചിരിയിൽ വീണു പോയി ഞാൻ I love you പുതു പ്രണയം തൂകി ഞാൻ ചെണ്ടുമല്ലികപ്പൂവു നീ കണ്ടു കണ്ടു വന്ന വണ്ടു ഞാൻ ചുണ്ടിനുള്ളിലുള്ള തേൻകണം തരുമോ കൺമണി നീ എന്റെ ജീവനാണെന്ന് നിനക്കറിയില്ല വൈദേഹി. അമ്മ എന്തോ ചോദിച്ചെന്ന് കരുതി ഞാൻ ചുമ്മാ മോളിന്നല്ലേ ഉള്ളൂ. എന്റെ വൈദേഹിക്കല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് ഞാൻ എങ്ങനെയാ സ്ഥാനം കൊടുക്കുക? പിന്നെന്തിന് ജാനകിയെ കല്യാണം കഴിച്ചോളാന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തത്? ജാനകിയോ? അത് ശരിയാണല്ലോ, നീ സത്യത്തിൽ ജാനകിയല്ലേ? വൈദേഹിയെ പോലെ അഭിനയിക്കാൻ പറഞ്ഞപ്പോ നീ എന്തിനാ എന്റെ വൈദേഹിയെ പോലെ വന്ന് കെട്ടിപ്പിടിക്കുന്നു? ശരിയാണല്ലോ, ഞാൻ കുറച്ചു നേരത്തേക്ക് എന്നെ തന്നെ മറന്നു. ഞാനാ വൈദേഹി എന്നുള്ള സത്യം പറഞ്ഞില്ലല്ലോ. നിന്നോട് തന്നെ ചോദിച്ചേ, നീ എന്താ എന്നെ വിടാത്തെ? ജാനകി ജാനകിയാ, വൈദേഹി വൈദേഹിയാ. വിട്ടെ വിട്ടെ വിട്ടെ, ഇങ്ങനത്തെ കളിയൊന്നും വേണ്ട. എന്നോട് പറയുമ്പോ മാത്രല്ലേ ഇങ്ങനെയൊക്കെ പറയൂ. പിന്നെന്തിനാ അമ്മയുടെ മുന്നിൽ ചെല്ലുമ്പോ മുട്ടു വരയ്ക്കുന്നേ? ഓ അതാണോ? അത് ചുമ്മാ കാണിച്ചല്ലേ. എന്ത് ചുമ്മാതെ? പിന്നല്ലാതെന്താ, ഞാൻ എന്റെ വൈദേഹി ഉപേക്ഷിച്ച് നിന്നെ പോലെ ഒരുത്തിനെ വന്ന് കെട്ടൂന്ന് വിചാരിച്ചോ നീ? പിന്നെ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്റെ സ്വസ്ഥത കളയും. ഇതിപ്പോ 4 ദിവസം കഴിയുമ്പോ എന്റെ വൈദേഹി എത്തുമല്ലോ. അപ്പൊ എന്റെ വൈദേഹി തിരിച്ചെത്തിയത് കൊണ്ട് എനിക്ക് ഈ ജാനകിയെ വേണ്ടാന്നങ്ങ് പറയും. അതല്ലേ എന്റെ ശരി? എന്റെ വൈദേഹി വന്നു കഴിഞ്ഞാ ഈ ജാനകിയെ പിന്നെ എനിക്ക് വേണ്ടല്ലോ. അത് ശരിയാ. ശരിയാണല്ലോ. അതുകൊണ്ട് വൈദേഹി വരുന്നത് വരെ എന്റെ അമ്മ പറയുന്നതിനെല്ലാം സമ്മതം മൂടിയേക്ക. അതല്ലാതെ ചുമ്മാ ടെൻഷൻ അടിക്കണ്ട, കേട്ടല്ലോ? ശരി ദേവേട്ടാ. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ദേവേട്ടാ. ഏറ്റവും ഇഷ്ടമുള്ള ആള് ഇഷ്ടമല്ല എന്ന് പറയുന്നത് കേട്ട് സന്തോഷിക്കുന്ന അവസ്ഥയിൽ എത്തിയില്ലേ നീ? ഇനി എത്ര നാൾ നീ ഇങ്ങനെ അഭിനയിക്കും? ഞാൻ വൈദേഹിയാണെന്ന് പറയണമെങ്കിൽ എന്റെ അമ്മ എവിടെയാണെന്ന് അറിയണം. എന്റെ അമ്മ ഇപ്പൊ എവിടെയാ? കൊട്ടാരം വീട്ടിലെ വിവാഹാഘോഷോ? എന്റെ വല്യേട്ടന്റെ വീട്ടിലെ കല്യാണം. വല്യേട്ടാ!
എന്തൊരു വിധിയ ദേവി എന്റേത്. എന്റെ വല്യേട്ടന്റെ വീട്ടിൽ അത്രയും നേരം നിന്നിട്ടും അതെന്റെ വല്യേട്ടന്റെ വീടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. വീണ്ടും എന്നെ എന്തിനാ ഈ കാരാഗൃഹത്തിൽ കൊണ്ടടച്ചത്? ഇത്രയും കാലം എന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റിയിട്ട് മതിയായില്ലേ? ഇനി എത്ര കാലത്തേക്കാ എനിക്ക് ഈ ശിക്ഷ? എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. ഇനി എത്ര കാലം എന്ന് വെച്ച് എന്നെ ഇവിടെ ഇങ്ങനെ അടച്ചിടാൻ പോകുന്നേ? ഒന്നുകിൽ എന്നെ ഇവിടെ നിന്ന് പുറത്തു വിട്, അല്ലെങ്കിൽ എന്നേക്കോ എന്നെ ഒന്ന് കൊന്നുകളി. എന്താടാ കഴിച്ചില്ല അവള്? അവരൊന്നും കഴിക്കില്ല മാഡം. എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തിനോട് കാണിക്കുന്നത് എന്തിനാ ശാന്താദേവി? കഴിക്ക്. കൊന്നുകളയോടി നിന്നെ ഞാൻ കൊല്ലും. ഏയ്, ഞാൻ നിനക്ക് എന്ത് ദ്രോഹാടി ചെയ്തത്? എന്തിനാ എന്നെ ജീവിതകാലം മുഴുവൻ ഉപദ്രവിക്കുന്നത്? നീ എന്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റി. അതോടെ എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇതിൽ കൂടുതൽ നിനക്ക് എന്താ വേണ്ടേ? ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനേക്കാളും ഒറ്റയടിക്കങ്ങ് കൊന്നുകളഞ്ഞേക്ക്. എന്നെ കൊന്നുകളയെ ചന്ദ്രിക, എന്നെ കൊന്നുകളഞ്ഞേക്ക്. നിർത്തുന്നുണ്ടോ? കൊല്ലാനായിരുന്നു ഉദ്ദേശമെങ്കിൽ എപ്പോഴേ നിന്നെ കൊന്നു കുഴിച്ചു മൂടിയാണ്. പക്ഷെ നിന്നെ കൊണ്ട് ഇനിയും എനിക്ക് കാര്യങ്ങളുണ്ടല്ലോ. ഇത്രയും കാലം നിന്നെ ടോർച്ചർ ചെയ്തതിന്റെ പേരിലല്ലേ ഈ വിഷമം? എന്നാ നിനക്കൊരു ഗുഡ് ന്യൂസ് പറയട്ടെ. നിന്റെ മോള് ജീവനോടെയുണ്ട്. നേരാണോ? എന്റെ മോളെ നീ കണ്ടായിരുന്നോ? അവളിപ്പോ എവിടെയാ ചന്ദ്രിക? ഒരു വട്ടം എന്നെ ഒന്ന് കാണിക്കോ? ഒരൊറ്റ വട്ടം എനിക്കൊന്ന് കണ്ടാ മതി. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇന്നോ നാളെയോ മറ്റന്നാളോ അവൾ എന്റെ അടുത്തേക്ക് തന്നെ എത്തും. വന്നത് ഞാൻ അവളെ നിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും. പക്ഷെ എന്താ, നിന്റെ മോള് വരുമ്പോ അവളോട് സംസാരിക്കാൻ നിനക്ക് ആരോഗ്യം ഉണ്ടാവണ്ടേ? അതിന് വല്ലതും കഴിക്കും. കഴിക്കാം, ഞാൻ കഴിക്കാം. ഇപ്പൊ കഴിക്കാം. നീ വയ്ക്കോടാ. ശരി മാഡം. എന്തിനാണ് അവരെ തടവിലിട്ടിരിക്കുന്നത്? നമുക്ക് വല്ല ഉപകാരമുണ്ടോ? എന്റെ മോള് മാളവികയെ ഈ ശാന്താദേവിയുടെ മകളാണെന്ന് പറയിപ്പിച്ച് കൊട്ടാരം വീട്ടിലെ മരുമകളാക്കുന്നതാണ് എന്റെ അടുത്ത പ്ലാൻ. മാളവിക മാഡത്തിന്റെ മോളാണെന്ന് അറിഞ്ഞില്ല അവര്. ആ കഥ ഇങ്ങനെ മാറ്റി എഴുതാൻ എത്ര നേരം വേണോടാ? അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം ഈ ശാന്താദേവി എന്റെ മോളെ അവളുടെ മകളാണെന്ന് വിശ്വസിക്കണം. ശാന്താദേവിയെ വിശ്വസിപ്പിച്ചതിന് ശേഷം ഇവരെ രണ്ടുപേരെയും കൂട്ടി ഒരു പുതിയ നാടകം ഞാൻ തുടങ്ങും. അത് മാറ്റി എഴുതിയ കഥയാണെന്നുള്ളത് വർമ്മയറിയും. പക്ഷെ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കളി ഇനി അങ്ങോട്ട് ചൂടുപിടിക്കാൻ പോകുന്നതേയുള്ളൂ. ആസ്വദിക്ക്. അപ്പൊ ശാന്താദേവി അത് വിശ്വസിക്കാം മാഡം? വിശ്വസിപ്പിക്കും ഞാൻ. മോളെ ഒരു നോക്ക് കാണാനുള്ള കൊതിയുമായിട്ട് ജീവിതകാലം കാത്തിരിക്കുകയല്ല അവള്. വഴിയെ പോകുന്ന ആട്ടിൻകുട്ടി അമ്മേന്ന് വിളിച്ചാലും വിശ്വസിക്കുന്ന അവസ്ഥയാ. അപ്പോ അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് വൈദേഹിയുടെ അമ്മയാണല്ലേ? ഇവരെ അവരെയും പിടിച്ച് കെട്ടിയിട്ടേക്കുവാണല്ലേ?
ഇതൊക്കെ നടക്കുന്നതിനേക്കാളും മുൻപ് എന്റെ മോളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. വർമ്മ എന്റെ മോളെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കേ. ആ ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി കളി ഞാൻ ഏറ്റു.